നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് വിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശനും മരിച്ചു. വെടിക്കെട്ടപകടത്തിൽ 15 മരണം. ഉഷ്ണതരംഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. വടകരയിലും നാദാപുരത്തും UDF BJP അന്തർധാര വെളിപ്പെട്ടു. MV ഗോവിന്ദൻ. ഓപ്പറേഷൻ താമരയിലൂടെ 7 AAPമാരെ വിലക്കെടുത്തു BJP. പാമ്പുകടി ആന്റി സ്നേക് വനം ഉള്ള ആശുപത്രികൾക്കായി അലയണ്ട. കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും. MGS നാരായണൻ സ്മൃതി പുസ്തക കവർ പ്രകാശനവും ഞായറാഴ്ച. വിലവർധനവും തൊഴിലാളിക്ഷാമവും കണ്ണൂരിൽ ചെങ്കൽ പണങ്ങൾ നിശ്ചലം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടം. ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശനും മരിച്ചു. അപകടത്തിൽ 15 മരണം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ 1 മരണം കൂടി സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവമ്പാടിയുടെ ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശനാണ് മരണപ്പെട്ടത്. അപകടത്തിൽ നട്ടലിനും മുഖത്തും ഉൾപ്പെടെ 90% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സതീശൻ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ 15 വർഷമായി തിരുവമ്പാടിക്ക് വേണ്ടി സതീശനാണ് വെടിക്കെട്ട് നടത്തിയിരുന്നത്. തിരുവമ്പാടിക്ക് പുറമെ പ്രദേശത്തെ മറ്റ് ഉത്സവങ്ങൾക്ക് വേണ്ടിയും സതീശൻ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. മുൻപ് സതീശൻ്റെ അച്ഛൻ മണിയായിരുന്നു തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് നടത്തിയിരുന്നത്. അച്ഛൻ്റെ പാത പിന്തുടരുകയായിരുന്നു സതീശൻ. മറ്റ് നടപടികൾക്കായി മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റും. നിലവിൽ 3 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ചൊവ്വാഴ്ച പകൽ 3:20 തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗം വെടിക്കോപ്പുകൾ തയ്യാറാക്കി കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. കടുത്ത ചൂടിനെ തുടർന്ന് ഉണക്കാനിട്ട വെടിമരുന്നിന് തീപിടിച്ചതാണ് അപകട കാരണമെന്നാണ് നിഗമനം. 5 ഷെഡുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. ഭൂകമ്പത്തിന് സമാനമായ ശബ്ദമാണ് പ്രദേശത്തുണ്ടായത്. പിന്നെ കണ്ടത് ഒരു തീക്കോളം തന്നെയായിരുന്നു. പ്രദേശമാകെ വാനോളം തീ ഉയർന്നു. ഒപ്പം വെടിക്കോപ്പുകളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയതോടെ 5 കിലോമീറ്ററിനപ്പുറം വരെ അപകടത്തിൻ്റെ പ്രകമ്പനമുണ്ടായി. ആർക്കും തടുക്കാൻ കഴിയാത്ത തരത്തിൽ തീയും കനത്ത ചൂടും പടർന്നു. പൊട്ടിത്തെറിയുടെ തീവ്രതയിൽ പ്രദേശത്തെ വീടുകളുടെയും കടകളുടെയും ചില്ലുകൾ തകർന്നു. 2.5 മണിക്കൂറോളമാണ് തുടർ പൊട്ടിത്തെറിയുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ വീണ്ടും പൊട്ടിത്തെറികളുണ്ടായി. അടുത്ത ദിവസം ഡോഗ് സ്ക്വാഡുമായി എത്തിയാണ് തിരച്ചിൽ നടത്തിയത്. പ്രദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ്. MGS നാരായണൻ സ്മൃതിയും പുസ്തക കവർ പ്രകാശനവും ഞായറാഴ്ച. ചരിത്രകാരൻ MGS നാരായണൻ സ്മൃതിയും പുസ്തക കവർ പ്രകാശനവും ഞായറാഴ്ച നടക്കും. ഡോക്ടർ KK ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ രാവിലെ 11 തെക്കി ബസാർ മയാത്ത് ശങ്കരൻ സ്മാരക ലൈബ്രറിയിൽ നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ KK കുറുപ്പ് MGS സ്മൃതി ഉദ്ഘാടനവും പ്രകാശനവും നിർവഹിക്കും. ഡോക്ടർ P മോഹൻദാസ് ഏറ്റുവാങ്ങും. ആന്ധ്രാപ്രദേശിലെ ഡോക്ടർ P ചെന്നറെഡ്ഡിയും ഡോക്ടർ KK കുറുപ്പുമാണ് MGS നാരായണനെ കുറിച്ചുള്ള പുസ്തകം എഡിറ്റ് ചെയ്തത്. ഡോക്ടർ MT നാരായണൻ, ഡോക്ടർ A വത്സരൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. വടകരയിലും നാദാപുരത്തും UDF BJP അന്തർധാര വെളിപ്പെട്ടു. MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും BJPയുമായി നടത്തിയ അന്തർധാര വെളിപ്പെട്ടതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ UDFിൻ്റെ ഏറ്റവും വലിയ പ്രചരണം LDF BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്നായിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും വടകരയിലും UDFിന് വേണ്ടി വോട്ട് മറിച്ചു നൽകി 7ഓളം BJP പ്രാദേശിക നേതാക്കളെയാണ് സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. വോട്ട് എണ്ണി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. നേരത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെൻറ്റിലാണ് കോലീബി സഖ്യം ഉണ്ടായത്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിയത് അന്ന് LDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് വീണ്ടും ഉയരുന്നത്. ഈ ഡീലിന് പിന്നിൽ ഷാഫി പറമ്പിലും പാറയ്ക്കൽ അബ്ദുള്ളയുമാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ LDF നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഇപ്പോൾ ചില മാധ്യമങ്ങൾ UDFും പ്രചരിപ്പിക്കുന്ന UDF ഭരണം ഉണ്ടാകില്ലെന്നും അധികാരത്തിനായി അവർക്കിടയിൽ തുടരുന്ന തർക്കങ്ങൾ മെയ് 4 വരെ മാത്രമേ ഉണ്ടാകൂ എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മെഗാ ഡാൻസ് ഫെസ്റ്റ് കണ്ണൂരിൽ. ഹാപ്പിനെസ് ഫൗണ്ടേഷനും കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും സംഘടിപ്പിക്കുന്ന വിവിധ സംസ്കാരികളുടെ സംഘടനകളുടെ സഹനത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ
കണ്ണൂരിൽ മെയ് മാസം നടക്കും. 10, 15, 16, 25, 25 മുകളിൽ പ്രായമുള്ള എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നാടോടി നൃത്തം എന്നിവയിൽ മത്സരം ഉണ്ടാകും. ഗ്രൂപ്പിനത്തിൽ സംഘ നൃത്തം, തിരുവാതിര, ഒപ്പന, നാടോടി നൃത്തം, കൈകൊട്ടിക്കളി എന്നിവയിലാണ് മത്സരം ഉണ്ടാകുക. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ നൽകും. ദില്ലിയിലെ മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് ടീച്ചർ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരവും നൽകും. ഡാൻസ് മത്സരത്തിനുള്ള രജിസ്ട്രേഷനും പുരസ്കാരം അപേക്ഷകളും കണ്ണൂർ വലിയ കളപ്പുകാവ് റോഡിലുള്ള ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ 944 73 72 316, 944 690. ഓപ്പറേഷൻ താമരയിലൂടെ 7 AAP MP-മാരെ വിലക്കെടുത്ത് BJP. ജനവിധി അട്ടിമറിക്കാനും പ്രതിപക്ഷ നിരയെ തകർക്കാനും BJP നടത്തുന്ന ഓപ്പറേഷൻ താമര രാജ്യസഭയിലേക്കും ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ MP-മാരെ കൂറുമാറ്റിയാണ് BJP ജനാധിപത്യത്തെ വീണ്ടും കാശാപ്പ് ചെയ്തത്. രഗ്ജത, സ്വാതി മാലിവാൾ, ഹർബർ സിംഗ്, സന്ദീപ് പഥക്, അശോക് മിത്തൽ, രജിത് ഗുപ്ത, വിക്രം സാനി എന്നിവരാണ് AAP വിട്ട് സംഘപരിവാർ പാളയത്തിൽ അഭയം പ്രാപിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണികൾക്കും വാഗ്ദാനങ്ങൾക്കും വഴിയടങ്ങിയാണ് ഈ കൂറുമാറ്റമെന്ന് വ്യക്തമാണ്. 10 രാജ്യസഭാ അംഗങ്ങളുള്ള AAP-യിലെ മൂന്നിൽ 2 MP-മാരെയും അടർത്തിയെടുത്തതോടെ പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് BJP സൃഷ്ടിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി ഏറെ നാളായി അകൽച്ചയായിരുന്ന രാഘവ് ഛതയാണ് കൂറുമാറ്റത്തിന് ചരടുവലിച്ചത്. താൻ ശരിയായ മനുഷ്യനായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഛദ്ദ 15 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം പറഞ്ഞാണ് കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിട്ട് പോലും 15 വർഷം തികഞ്ഞിട്ടില്ലെന്നിരിക്കെ ഛതയുടെ പ്രസ്താവനയിലെ പൊള്ളത്തരം ചർച്ചയാവുകയാണ്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ തുടങ്ങിയ അധികാരമോഹമാണ് ഒടുവിൽ BJP-യിലേക്ക് കൂറുമാറാൻ കലാശിച്ചത്. സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്നും AAP പോയി എന്ന രാഘവ് ഛതയുടെ പ്രസ്താവന BJP-യുടെ തണലിലിരുന്ന് നടത്തുന്ന വെറും ന്യായീകരണം മാത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുൻപും പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ MLA-മാരെയും MP-മാരെയും ചാക്കിട്ട് പിടിച്ച BJP രാജ്യത്തെ ബഹുകക്ഷി ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിലാണ്. ഉഷ്ണതരംഗം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ഓൺലൈനായി യോഗം ചേരുക. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതിനു പിന്നാലെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു. ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് വികിരണത്തോതും ഉയർത്തുന്നത് ആശങ്കയുയർന്നുണ്ട്. പൊതുജനങ്ങൾക്കായി സുരക്ഷാ മുൻകരുതലുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും പുറത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ്, പാദരക്ഷകൾ എന്നിവ നിർബന്ധമായും ധരിക്കണമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നു. ലോക്ക്ഡൌണിന് സമാനമായ ജാഗ്രത സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചൂട് കൂടിയതോടെ പല ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് ശമനം ഉണ്ടാകുന്നില്ല. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡിലെത്തി. പാമ്പുകടി, ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രികൾക്കായി അലയേണ്ട. കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസിൽ വഴി ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കനിവ് 108 ആംബുലൻസ് ഉള്ള പരിചയസമ്പന്നരായ ഏജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണം ഉറപ്പാക്കാനാകും. പാമ്പുകടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിനാൽ ആന്റി വെനം ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയരുത്. നിലവിൽ 146 ആശുപത്രികളിൽ ആന്റി വെനം ലഭ്യമാണ്. ചില സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക് വെനം ലഭ്യമാണ്. അവിടെ ആന്റി സ്നേക് വെനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിരിക്കും. ആശുപത്രിയിൽ എത്തിക്കുക. മാത്രമല്ല, പാമ്പുകടിയേറ്റ് വരുന്ന വിവരം ആശുപത്രിയിലേക്കും അറിയിക്കാനും ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനം വരുന്നത് വരെ പാമ്പുകടിയേറ്റാൽ 108 ടീമിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. പാമ്പുകടിയേറ്റയാളെ ശാന്തനാക്കുക. ഭീതി ഉണ്ടാക്കിയാൽ രക്തത്തിലൂടെ വിഷം പെട്ടെന്ന് പടരും. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രക്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേജ് കുമാറിനെ നീക്കം ചെയ്യാൻ പ്രമേയം 73 എംപിമാർ നോട്ടീസ് ഒപ്പിട്ടു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേജ് കുമാറിനെ പുറത്താക്കാനുള്ള പുതിയ നീക്കത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ പുതിയ നോട്ടീസ് സമർപ്പിച്ചതായി റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൽ തുടർച്ചയായ പക്ഷപാതപരമായ അസമത്വം കാണിക്കുന്നു എന്നതാണ് CEC-ക്കെതിരെയുള്ള പുതിയ ആരോപണം. 50 അംഗങ്ങളുടെ ഒപ്പുകളാണ് ഇതിനായി വേണ്ടത്. എന്നാൽ 73 രാജ്യസഭാ എംപിമാരാണ് ഇത്തവണ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുള്ളത്. കോൺഗ്രസ്, TMC, SP, DMK, ഇടതുപക്ഷ പാർട്ടികൾ, ശിവസേന, NCP, RJD, IUML കൂടാതെ സമാന ചിന്താഗതിയുള്ള മറ്റു പാർട്ടികളെയും അംഗങ്ങൾ നോട്ടീസിൽ ഒപ്പിട്ടതായി PTI റിപ്പോർട്ട് ചെയ്തു. പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏപ്രിൽ 18-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രാജ്യത്തുള്ള അഭിസംബോധനയ്ക്കെതിരെ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ ആശങ്കകളെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ് നോട്ടീസ് ഉള്ളടക്കം. കോൺഗ്രസ് നേതാവ് ജയറാം രമേശും TMC നേതാവ് സഗരി ഘോഷും ചേർന്നാണ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് സമർപ്പിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ സമർപ്പിച്ച സമാനമായ നോട്ടീസുകൾ അതത് പ്രിസൈഡിംഗ് ഓഫീസർമാർ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം. ഒരു CEC-യെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ നോട്ടീസ് സമർപ്പിക്കുന്നത് ഇതാദ്യമായാണ്. ഗ്യാനേഷ് കുമാറിനെതിരെയുള്ള നിഷ്കൃതിത്വത്തെ ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നാക്രമണം എന്നാണ് ജയറാം രമേശ് വിശേഷിപ്പിച്ചത്. വിലവർധനവും തൊഴിലാളി ക്ഷാമവും കണ്ണൂരിൽ ചെങ്കൽപ്പണങ്ങൾ നിശ്ചലം. തൊഴിലാളി ക്ഷാമത്തിന് പിന്നാലെ വില വർദ്ധിപ്പിക്കാനും തീരുമാനം കൂടി വന്നതോടെ ജില്ലയിലെ ചെങ്കൽപ്പണങ്ങൾ നിശ്ചലമായി. വിലവർധനവ് വ്യാപക പ്രതിഷേധമുയർന്നതോടെ ചെങ്കൽപ്പണങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. 8 രൂപയാണ് ചെങ്കലിന് വർദ്ധിപ്പിച്ചത്. വർധന നടപ്പിലാക്കിയാൽ ചെങ്കൽ ലോറികൾ തടയുമെന്ന് DYFI അടക്കമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെയാണ് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ പണകളുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. 8 രൂപ വർദ്ധിപ്പിക്കാനാണ് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ തീരുമാനം. ചെങ്കലിന് 5 രൂപയും വാഹന ചെലവത്തിൽ 3 രൂപയുമാണ് കൂട്ടുക. 20 മുതൽ നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഒറ്റയടിക്ക് ഇത്രയും വർധനവ് അംഗീകരിക്കാനാവില്ല നിലപാടാണ് DYFI അടക്കമുള്ള സംഘടനകൾ. വ്യാപക പ്രതിഷേധമുയർന്നതോടെ വിലവർധന നടപ്പാക്കാനാകില്ലെന്ന് അസോസിയേഷൻ ബോധ്യമായി. ഇതോടെയാണ് പണകളിലെ പ്രവർത്തനം നിർത്തിവെച്ചത്. സ്ഥലത്തിനുള്ള വാടക, JCB വാടക, ബ്ലേഡ് അടക്കമുള്ള സ്പെയർ പാർട്സുകളുടെ വില വർധന, തൊഴിലാളികളുടെ കൂലി വർധന തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്താണ് ചെങ്കലിന് വില കൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് ചെങ്കൽ വ്യവസായ അസോസിയേഷന്റെ വിശദീകരണം. വിലവർധനയുടെ കാര്യത്തിൽ 27 യുവജന സംഘടനയുമായും ചെങ്കൽ വ്യവസായ അസോസിയേഷൻ ചർച്ച നടത്തുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തെരഞ്ഞെടുപ്പിന് നാട്ടിലേക്ക് മടങ്ങിയതോടെ തൊഴിലാളി ക്ഷാമവുമുണ്ട്. ചെങ്കൽ പളകളിൽ 10,000-നടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തൊഴിലെടുക്കുന്നത്. ഇവർ വോട്ട് ചെയ്യാനായി പോയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വശത്തിന് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 21 കാറ്റഗറിയിലാണ് അവാർഡുകൾ. രണ്ടാമത്തെ മികച്ച നാടകം തൃശൂർ വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ. മികച്ച സംവിധായകൻ സുരേഷ് ദിവാകരൻ. രണ്ടാമത്തെ സംവിധായകൻ രാജേഷ് ഇരുളം. മികച്ച നാടകകൃത്ത് VP ഹേമന്ത് കുമാർ. രണ്ടാമത്തെ നാടകകൃത്ത് R രജിത്. മികച്ച നടൻ അനിൽ ചെങ്ങന്നൂർ. രണ്ടാമത്തെ നടൻ സജീവ് മാടവന. നടി കലാമണ്ഡലം സന്ധ്യ രാമചന്ദ്രൻ. രണ്ടാമത്തെ നടി മഞ്ജു റെജി. ഗായകൻ രഞ്ജിത്ത് ജയരാമൻ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. സംഗീത സംവിധായകൻ കല്ലറ ഗോപൻ. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ. രംഗപട സംവിധായകൻ മനോജ് മൈത്രി. ദീപ സംവിധായകൻ മഞ്ഞു പയ്യന്നൂർ. വസ്ത്രാലങ്കാരം ദിലീപ് സിത്താര. പശ്ചാത്തല സംഗീതം അനിലം അർജുൻ. ശബ്ദലേഖകൻ ദേവാമൃത്. ദീപ നിർവാഹകൻ സുനിൽ കുമാർ. സംഗീത നിർവാഹകൻ ഷിബുലാൽ അഞ്ചാലുമൂട്. നവജാത ശിശു വയസ്സ് 84 എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രദീപ് കുമാർ കാവുന്തറ. കാലം പറക്കണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് ബേബി ഉത്തര എന്നിവർ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹരായി. ശിവജി ഗുരുവായൂർ ജൂറി ചെയർമാനും അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മെമ്പർ സെക്രട്ടറിയും കോഴിക്കോട് ശിവരാമൻ, രാജേന്ദ്രൻ തായാട്ട് എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. അവാർഡ് സമർപ്പണ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കരിവള്ളൂർ മുരളി പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്ത് ശവദാഹം ഇന്നു മുതൽ പുതിയ സമയക്രമം. പയ്യാമ്പലത്ത് ശ്മശാനത്തിൽ നടക്കുന്ന ശവദാഹത്തിന്റെ നിലവിലെ സമയക്രമം പുനഃക്രമീകരിക്കാൻ
കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വേനലിൻ്റെ കാഠിന്യം കൂടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ സമയക്രമം രാവിലെ 9 മണി മുതൽ 11 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4 മണി വരെയും നിജപ്പെടുത്തിയിരിക്കുകയാണെന്ന് മേയർ അറിയിച്ചു. പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ നിലവിൽ വന്നതായി മേയർ പി ഇന്ദിര അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.